സാഹിത്യം മനുഷ്യാവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അത് നാം ജീവിക്കുന്ന കാലഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സാഹിത്യകൃതികൾ വിശ്വോത്തരങ്ങളായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് കാലങ്ങളെയും ദേശങ്ങളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ അതിന് കഴിഞ്ഞതുകൊണ്ടാണ്. ഒരു കൃതി വിശ്വസാഹിത്യമായി തീരുന്നത് കാലാതീതമായി ദേശാതീതമായി അതിന് പ്രതിപാദിക്കാനും പരിവർത്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതുകൊണ്ടാണ്. ഭാഗ്യവശാൽ നമ്മുടെ മലയാളത്തിലെ ചില കൃതികളെങ്കിലും ലോകരാജ്യങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അതിന് സാന്നിധ്യം കൊണ്ട് നമ്മുടെ കൊച്ചു മലയാളത്തെ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട്. താഴെയുടെ ചെമ്മീനൊക്കെ അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആവേശം തോന്നാറുണ്ട്. മറ്റു പല പുസ്തകങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. എഴുത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരാനിടയായത് ബാല്യത്തിൽ തന്നെ കവിത എഴുതാനുള്ള വാസന എനിക്കുണ്ടായെന്ന് മനസ്സിലാക്കിയതിലൂടെയാണ്. പലപ്പോഴും ഒരു കവിതയോ ഗാനമോ വിരിയുന്നത് ചെറിയ ഒരു നുറുങ്ങി ചിന്തയിൽ നിന്നാണ്. ചിലപ്പോൾ ബസ് യാത്രയ്ക്കിടയിൽ പെട്ടെന്ന് ഒരു ചെറിയ മിന്നായം പോലെ ഒരു ചിന്ത, ഒരു ചെറിയ വരി ഓർമ്മയിലേക്ക് കടന്നു വരും. ഞാൻ സാധാരണഗതിയിൽ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു പേപ്പറും പേനയും കാണും. ബസ്സിലിരുന്ന് ഞാൻ ആ കൊച്ചു കൊച്ചു വരികൾ കുറിച്ചിട്ടുള്ളത് ഓർക്കുന്നു. പേപ്പറില്ലാത്ത സമയത്ത് ബസ് ടിക്കറ്റിൻ്റെ പുറകിൽ ഞാൻ ചില വരികൾ കുറിച്ചിട്ടുള്ളത് ഓർക്കുന്നു. എഴുത്ത് ഒരു പ്രകാശനമാണ്. നമ്മുടെ ആന്തരിക തലത്തിൽ പൃഥ്വിയുടെ അങ്കുരം ഒന്ന് തട്ടിപ്രകാശിക്കുമ്പോൾ പെട്ടെന്ന് അതിന് മഴവിൽ പ്രഭ പോലെ അത് വർണ്ണാങ്കിതമായി ആസ്വാദ്യമായി തോന്നുന്നു. അതൊന്ന് എഴുതി കഴിയുമ്പോഴുണ്ടാകുന്ന ആനന്ദം അവർണ്ണനീയമാണ്. എന്തോ ഭാരം ഇറക്കി വച്ച ഒരു പ്രത്യേക അനുഭവം ആ എഴുത്തിലൂടെ വെളിപ്പെടാനിടവരും. എനിക്ക് തോന്നുന്ന ആവിഷ്കാരത്തിൻ്റെ ഒരനുഭവമാണ് എഴുത്തിലൂടെ വരുന്നത്. നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ ചിന്തകളെ ആവിഷ്കരിക്കുന്നത് എഴുത്തിലൂടെയാണ്. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാകത്തില്ല. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുമെങ്കിലും ആവിഷ്കരിക്കുന്ന അനുഭവം അത് ദൈവം പ്രതിഭ കൊടുത്തിട്ടുള്ള സർഗാത്മക ചൈതന്യം കൊടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ്. അതിനെയാണ് സർഗാത്മകതയെന്ന് നാം വിശേഷിപ്പിക്കുന്നത്. വിശ്വോത്തര കൃതികൾ മലയാളത്തിൽ പരിഭാഷകളിലൂടെയൊക്കെ ഇറങ്ങിയ കാലങ്ങളിൽ തന്നെ ടോൾസ്റ്റോയുടെ അന്നാ കരനീനയും വാർ ആൻഡ് പീസും വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുമൊക്കെ ചെറുപ്രായത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. വായനയുടെ ഒരു നീണ്ട തരംഗം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ വായനയുടെ ഖനിയിൽ നിന്നാണ്, സുദീർഘമായ ആഴമായ പരപ്പുള്ള വായനയുടെ ആ ഖനിഗർഭത്തിൽ നിന്നാണ് ചിന്തകളിലൂടെ ചില പ്രത്യേക ഇൻസ്പിറേഷൻ, അതിന് ഞാൻ പ്രത്യേകിച്ചും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ, ഞാനതിനെ ദൈവികമെന്നാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിലൂടെ ചില വരികൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടി വരുന്നു. ഒരു കുഞ്ഞു വരി ഞാനിപ്പോഴും ഓർക്കുന്നു. നോവില്ലാതെ നോവലില്ല. ഒറ്റ വരിയാണ്. ആ ഒറ്റ വരിക്കകത്തൊരു ചെറിയ ഒരു വലിയ പ്രകാശനമുണ്ട്. ഒരു നോവൽ ജനിക്കുന്നതിന് പിന്നിലൊരു നോവുണ്ട്. എല്ലാ കഥകളുടെയും കവിതകളുടെയും മറ്റേ രചനകളുടെയും എല്ലാം പിന്നിൽ ആ എഴുത്തുകാരൻ്റെ പ്രതിഭാ സാന്നിധ്യം വെളിപ്പെടുന്നു. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ കവിതയെന്ന്, എൻ്റെ അനുഭവമാണ് എൻ്റെ കവിതയെന്ന്, എൻ്റെ കഥയെന്ന് എനിക്ക് പറയാൻ കഴിയും. ജീവിതത്തിൻ്റെ എന്തൊക്കെയോ വേദനകൾ അതങ്ങ് ഇറക്കി വയ്ക്കുമ്പോൾ ഒരു വലിയ സന്തോഷം അനുഭവിക്കാറുണ്ട്. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു സ്ത്രീ 8-9 മാസം ആ ഉദരത്തിൽ അത് വളരുമ്പോൾ ആ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ അത് ആസ്വദിക്കുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഗർഭഗൃഹത്തിൽ ഈ കവിതയോ കഥയോ അല്ലെങ്കിൽ നോവലോ ഒക്കെ പൊട്ടിമുളയ്ക്കുമ്പോൾ അത് അന്തർഭാഗത്ത് കിടന്ന് പതുക്കെ പതുക്കെ വളർന്ന് അതൊരു പ്രായപൂർത്തിയാകുമ്പോൾ അതിന് പ്രസവിക്കാതിരിക്കാൻ കഴിയത്തില്ല. സൃഷ്ടിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരമൊരു പ്രസവവേദനയുടെ തലം തന്നെയാണ്. എല്ലാ സർഗാത്മക കൃതികൾക്കും ഒരു പ്രസവവേദനയുടെ അനുഭവമുണ്ട്. ഒരു സൃഷ്ടി പുറത്തു വരുമ്പോൾ അതാദ്യം ആസ്വദിക്കുന്നത് അതിൻ്റെ എഴുത്തുകാരൻ തന്നെയാണ്. ആ സൃഷ്ടി കയ്യിലെടുത്ത് വായിക്കുമ്പോൾ
അല്ലെങ്കിൽ ഒരു ശില്പി തൻ്റെ ശില്പം കാണുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ അനുഭൂതി വാസ്തവമായും എഴുത്തുകാരൻ്റെ സ്വകാര്യമായ ആനന്ദമെന്നോ അഹങ്കാരമെന്നോ സ്വകാര്യമായ അത്ഭുതമെന്നോ ഒക്കെ എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ, അത് മനുഷ്യ സൃഷ്ടിയാണെങ്കിലും കലാസൃഷ്ടിയാണെങ്കിലും, അതിൻ്റെ പിന്നിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലൊരു വലിയ ബന്ധമുണ്ടാകുന്നു. ആ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം പിന്നീട് അനുവാചകരിലേക്ക് അത് പ്രസരിക്കാൻ തുടങ്ങുമ്പോൾ അതേ ആനന്ദമോ അതേ ആവേശമോ അതേ ദുഃഖമോ അതേ കണ്ണുനീരോ അത് പ്രേക്ഷകരിലും അത് വായനക്കാരിലും പ്രസരിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ സൃഷ്ടി മൂല്യവത്താകുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിൻ്റെ, എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ആനന്ദം അത് മറ്റൊരാൾ വായിക്കണം എന്നുള്ളതാണ്. അതിനൊരു വായനക്കാരനുണ്ടാകണം, അതിനൊരു ആസ്വാദകനുണ്ടാകണം. അതുകൊണ്ട് തന്നെ അതിനെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വാഞ്ച എല്ലാ എഴുത്തുകാരിലും നമുക്ക് കാണാൻ കഴിയും. അത് തീർച്ചയായും എൻ്റെ പാട്ട്, എൻ്റെ ഗാനം, എൻ്റെ കവിത, എൻ്റെ കഥ മറ്റൊരാളിനെ എങ്ങനെ അത് സ്വാധീനിക്കുന്നു എന്ന് എഴുത്തുകാരൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ ആസ്വാദനം വാസ്തവത്തിൽ അവരുടെ ഒരു ആനന്ദമാണ്, സ്വകാര്യമായ ഒരു സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു വലിയ വലിയ എഴുത്തുകാരൊക്കെ തന്നെയും ആളുകളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ കൃതി, എങ്ങനെയുണ്ട് എൻ്റെ കവിത. അത് നന്നായി പ്രതികരിക്കപ്പെടുന്നു. അതേസമയം കലാസൃഷ്ടിക്ക് പ്രതിഭാ സമ്പത്ത് കൊണ്ട് ഇറക്കുന്ന സൃഷ്ടികൾ പരാജയപ്പെടുമ്പോൾ അവർക്ക് അസാധാരണ വേദന ഉണ്ടാകാറുണ്ട്. ചെക്കോവിൻ്റെ ഒരു നാടകം പരാജയപ്പെട്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹം പുറത്ത് വന്നില്ല, അദ്ദേഹത്തിന് ഭയങ്കര വേദന ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ചിലർ തൻ്റെ സൃഷ്ടികളുടെ പരാജയം തൻ്റെ ജീവിതത്തിൽ മറ്റൊരു സൃഷ്ടി ഉണ്ടാക്കുന്നതിന് പലപ്പോഴും വിഘാതമായും ചിലപ്പോൾ അത് ആവേശമായും തീരാറുണ്ട്. ഒന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തതിൽ അതിനേക്കാൾ മനോഹരമായി എനിക്കത് എഴുതണമെന്നൊരു ആവേശവും ഉണ്ടാകാറുണ്ട്. എന്തായാലും നല്ല സൃഷ്ടികളൊക്കെ തന്നെയും ഒരു കലാകാരൻ്റെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്, തൻ്റെ ആത്മനൊമ്പരങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു പ്രേക്ഷകനുണ്ടാകുമ്പോൾ അതിൻ്റെ ആനന്ദവും കലാകാരൻ്റെ സ്വകാര്യമായ ഒരു സന്തോഷം തന്നെയാണ്.